நெஞ்சுக்குள் பெய்திடும் மாமழை, நீருக்குள் மூழ்கிடும் தாமரை, சற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை. എന്നാച്ചോ ശരി, ഞാൻ പോവുക. ശരി ലുവാനെ, വല്ലപ്പോഴൊക്കെ ഒന്ന് പള്ളിയിലേക്കൊക്കെ വരണേ. ആ അച്ചോ. ദൈവമേ, എന്റെ വിഷമങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ. എന്തിനാ ഇനിയും എന്നെ പരീക്ഷിക്കുന്നേ? എനിക്ക് എന്റെ ഏട്ടൻ കഷ്ടപ്പെടുന്നത് ഇനിയും കാണാൻ വയ്യ. ചേച്ചി ഏട്ടനെ തീരെ മനസ്സിലാക്കുന്നില്ല. ഈ കൊച്ചെന്തിനാണോ അവ കരയുന്നേ? നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പോവുക. വേർ ഈസ് മൈ PA? സാറേ, എന്താ എന്നെ വിളിച്ചേ? ഈ ഫയലിൽ താൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ തെറ്റാണ്. ഐ ആം സോറി സാർ, ഞാൻ ഇപ്പൊ ചെയ്തു തരാം. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ തന്റെ ഫോണിന് തരാം, ഒരു കോൾ ചെയ്യാനായിരുന്നു. അതിനെന്താ സാറേ, ഇതാ മൊബൈല്. താങ്ക്സ്. ഈ വാൾപേപ്പറിൽ കിടക്കുന്ന പെങ്കൊച്ചിനെ അല്ലയോ ഞാൻ ആ പള്ളി വെച്ച് കണ്ടത്. എന്തായാലും ഫോൺ ചെയ്യാം. ഡാ ലൂയിസേ, എന്റെ ഫോണ് വീട്ടിലാടാ, ഒന്നെടുത്തോണ്ട് വാടാ. ഞാൻ മറന്നുപോയി. എന്നാ താങ്ക് യു. തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും 2 സിസ്റ്റേഴ്സും. ഓ, ഇന്ന് ഇത്ര വർക്കേ ഉള്ളൂ, താൻ പൊക്കോ. സമയം എത്രയായി? എഴുന്നേക്കടാ, നിനക്ക് പള്ളിയിലൊന്നും പോകണ്ടായോ? എനിക്കൊരു മരുമോളുണ്ടായിരുന്നു, ഞാൻ ഒന്ന് കഷ്ടപ്പെടണമായിരുന്നോ? അമ്മ പൊക്കോ, ഞാൻ എഴുന്നേറ്റോളാം. എടാ ലുവാനി, നിനക്ക് അമ്മേനെ കഷ്ടപ്പെടുത്താണ്ട് ഒന്ന് കല്യാണം കഴിച്ചൂടെ? നീ കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് കെട്ടാൻ. നിനക്ക് കെട്ടാൻ മുട്ടി നിൽക്കുന്നെങ്കിൽ നീ ആദ്യം പോയി കെട്ടിക്കോ. അതെങ്ങനെ ശരിയാവും? നീ നിൽക്കുമ്പോ അവ എങ്ങനെയാ കെട്ടുന്നത്? പ്ലീസ്, എനിക്കതിനൊന്നും താല്പര്യമില്ല. ഓക്കെ, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഞങ്ങൾക്കും ചെറുകുട്ടികളൊക്കെ കാണണമെന്ന് ആഗ്രഹമല്ലേടാ. അമ്മേ, ഞാൻ പള്ളിയിൽ പോവാ. കാണ്ടേ, അവൻ മുങ്ങി. നീ എവിടെ? ഓക്കെ, പെട്ടെന്ന് വാടാ. ഇത് ഏട്ടന്റെ ബോസ് അല്ലേ? എന്റെ അടുത്തോട്ടാണല്ലോ വരുന്നത്. എന്തിനാണോ? ഹായ്, ഐ ആം ലുവാൻ. നൈസ് ടു മീറ്റ് യു. നീ അലോഷിയുടെ അനിയത്തി അല്ലേ? അതെ സാർ, ഞാൻ അലോഷിയുടെ അനിയത്തിയാണ്. ഞാൻ അന്വേഷിച്ചപ്പോ തനിക്ക് കുറെ കടങ്ങളുണ്ടെന്ന് അറിഞ്ഞു. തനിക്കിതെങ്ങനെ അറിയാം? നിന്റെ കടം മാറ്റാൻ ഞാൻ സഹായിക്കാം. എങ്ങനെ താൻ എന്റെ കടങ്ങൾ മാറ്റാൻ സഹായിക്കുന്ന പറയുന്നേ? കോൺട്രാക്ട് മാരേജ്, 1 year കോൺട്രാക്ട്. അതിനുശേഷം ഞാൻ ഡിവോഴ്സ് ചെയ്യാം. പുറത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫും, അകത്ത് കപ്പിൾസ് അല്ലാണ്ടും. താൻ മുമ്പ് ചോദിച്ച ചോദ്യം, എനിക്ക് എങ്ങനെ തന്റെ കടങ്ങളെ കുറിച്ച് അറിയാമെന്ന്. നിന്റെ ഏട്ടനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അറിഞ്ഞതാ. തനിക്ക് ചിന്തിക്കാൻ സമയമുണ്ട്. നല്ല വൃത്തിക്ക് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്നാ ശരി, ബൈ. ഒരു നല്ല ഓപ്ഷനാണ്, ആലോചിക്കാം. നീ എത്തിയോ? ഇത്ര നേരം എവിടെയായിരുന്നു? അത് ചേച്ചി, ഞാൻ നേഹയുടെ വീട് വരെ ഒന്ന് പോയതാ. നീ ഇങ്ങനെ നടന്നോ? ഏട്ടനൊരുത്തൻ വീട്ടിൽ പോലും വരാണ്ട് കഷ്ടപ്പെടാന്ന് നീ ഓർക്കുന്നുണ്ടോ? ജോലിക്കാ പറഞ്ഞു പോകുന്നുണ്ട്. എവിടേക്കാണോ ആവോ? എന്ന് നിന്റെ ഏട്ടനെ ഞാൻ കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. ഏട്ടത്തി എന്തിനാ എപ്പോഴും ചേച്ചിയെ കുറ്റം പറയുന്നേ? ഏട്ടൻ കഷ്ടപ്പെടുന്ന പോലെ തന്നെ ചേച്ചിയും കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു ടീമാ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നിർത്തടി, കുറേയായി നീ പറയാൻ തുടങ്ങിയിട്ട്. ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ഞാൻ വരുമ്പോ തുടങ്ങും നിന്റെ പരാതി പറച്ചിൽ. എനിക്ക് മടുത്തു നിന്റെ കൂടെയുള്ള ഈ ജീവിതം. നീ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് എന്നെ കല്യാണം കഴിച്ചതാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന്. എന്നാ നീ അങ്ങനെ തന്നെ കരുതിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇട്ടേച്ച് വെക്കോ, ഞാൻ നിന്നെ തടഞ്ഞൊന്നും നിർത്തിയിട്ടില്ലല്ലോ. നീ പറഞ്ഞില്ലേ ഒരുത്തൻ രാവും പകലും വീട്ടിൽ വരാണ്ട് കഷ്ടപ്പെടാന്ന്. അത് മനസ്സിലാക്കി നീ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടാ എന്റെ പെങ്ങന്മാരോട് നീ പറയുന്നേ. ആദ്യം സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യ്, എന്നിട്ട് പഠിപ്പിക്കാൻ നിൽക്ക്. ജിയ, ഈ കാണുന്ന പ്രശ്നത്തിനൊക്കെ കാരണം നീയാ. ചേച്ചി ഏട്ടത്തി പറയുന്ന കാര്യക്കണ്ട. ഇയാൾ എവിടെയാ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, ഞാനെത്തി. ശരി, പാർക്കിലുണ്ടല്ലേ?
ദാ ആ ഞാൻ കണ്ടു, ഇങ്ങോട്ട് വാ. ഹായ്, തന്റെ തീരുമാനം എന്തായി? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണ്. എനിക്ക് തോന്നി നമ്മുടെ ഫേക്ക് വെഡിങ് നെക്സ്റ്റ് മന്ത് ആണ്. ഇത്ര പെട്ടെന്ന് ഇപ്പൊ എന്തിനാ? തിരക്കൊന്നുമില്ലല്ലോ. കറക്റ്റ് ടൈം ഇപ്പോഴാ, ഇനി എന്തിനാ ലേറ്റ് ആക്കുന്നേ? ഓക്കെ, ഏട്ടനോട് ഞാൻ കാര്യം പറയാം. ബട്ട് ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ആരും അറിയരുത്. ഡീൽ ഡൺ. തന്റെ വീട്ടിൽ പറയണ്ടേ കല്യാണത്തെ കുറിച്ച്? ഞാൻ പറയാം. ഓക്കെ, അന്ന് അങ്ങനെ ആവട്ടെ. ഞാൻ എന്നാ പോവാണ്. എടാ ലോഹാനി, നീയല്ലേ പറഞ്ഞു ഇനി കല്യാണമൊന്നും കഴിക്കില്ലെന്ന്? ഇറ്റ് ഈസ് ജസ്റ്റ് എ കോൺട്രാക്ട് മാരേജ്. ഫോർ വാട്ട്? കല്യാണം എന്ന് പറയുന്നത് കുട്ടിക്കളിയാണെന്ന് വെച്ചോ? ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് ജോയിൻ ടു പേഴ്സൺസ് ഫോർ ലൈഫ് ലോങ്. ഐ തിങ്ക് നിനക്ക് ബോധമുണ്ടെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഉള്ള ബോധം പോയിന്ന്. നീ ഇത് വേറെ ആരോട് പറയണ്ട, എന്നേക്കാൾ ആവശ്യമൊക്കെ അവൾക്ക്. ഓക്കെ, ഞാൻ ആരോടും പറയില്ല. ബട്ട് നീ പറ, നിനക്ക് അവളുടെ ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല? നെവർ എവർ. ഉരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ.